Assalamualaikum warahmatullahi wabarakatuh. Bismillahirrahmanirrahim. Alhamdulillah. Wassalatu wassalamu ala Rasulillah wa ala alihi wa sahbihi ajma'in. Amma ba'd. ഏറ്റവും പ്രിയമുള്ള സുഹൃത്തുക്കളെ, നുബുവത്ത് യുക്തം വ്യക്തം എന്നുള്ള ഒരു വിശാലമായ ഒരു വിഷയമാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ളത്. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രവാചകനെ പറ്റി പരിചയപ്പെടുത്തുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖദ് ജാഅകും മിനല്ലാഹി നൂറുൻ വ കിതാബും മുബീൻ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ അന്ധകാരം നിറഞ്ഞ ഈ ഒരു ഭൂമിയിലേക്ക് കടന്നു വന്ന വലിയൊരു പ്രകാശമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ അവതരിപ്പിക്കുന്നത്. നമുക്കറിയാം, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1500 വർഷങ്ങൾക്ക് മുമ്പ് അറേബ്യയിൽ ജനിച്ച് ജീവിച്ച് സാമൂഹികവും സാംസ്കാരികവുമായ വലിയ വിപ്ലവങ്ങൾ തീർത്തൊരു നായകനാണ്. ഈ 2023 നമ്മുടെ മുമ്പിൽ ആ പ്രവാചകന്റെ ജീവിതം വളരെ വ്യക്തമായി എഴുതപ്പെട്ടിട്ടുള്ളതാണ്. ഒരു ചരിത്ര പുരുഷൻ ഏതൊക്കെ അർത്ഥങ്ങളിലാണ് അനിതര സാധാരണക്കാരനും ഒന്നാമനുമാകുന്നത് എന്ന് ചരിത്രപരമായി തന്നെ പരിശോധിക്കുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിലെ സകലമാന നിമിഷങ്ങളും ചരിത്രത്തിന്റെ രേഖയിൽ അടയാളപ്പെടുത്തപ്പെടുക എന്നുള്ളതാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാമൂഹികവും സാംസ്കാരികവും രാഷ്ട്രീയവുമായുള്ള എല്ലാ കാര്യങ്ങളും ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പല യൂറോപ്യൻ ചിന്തകരും പ്രവാചകന്റെ ഒരു സാമൂഹിക പരിഷ്കർത്താവ് എന്ന നിലയിൽ മാത്രം പ്രകീർത്തിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏറ്റവും പരിശുദ്ധമായ ആ ഒരു തെരഞ്ഞെടുപ്പ്, നുബുവത്തിന്റെ ആ ഒരു തെരഞ്ഞെടുപ്പിനെ അവഹേളിച്ചുകൊണ്ട് പ്രവാചകനെ ഒരു സാമൂഹിക പരിഷ്കർത്താവായി മാത്രം അവതരിപ്പിക്കുന്ന പല രേഖകളും എഴുത്തുകളും നമുക്ക് യൂറോപ്പിൽ നിന്ന് കണ്ടെടുക്കാൻ സാധിക്കും. അവർ പ്രവാചകനെ പരിചയപ്പെടുത്തുന്നത് തന്നെ ദ മുഹമ്മദ് ഈസ് നോട്ട് ഓൺലി എ പ്രോഫറ്റ് ബട്ട് ഓൾസോ എ സോഷ്യൽ റിഫോമർ എന്നുള്ളതാണ്. കാരണം ഗ്രീക്ക് തത്വചിന്ത 1700 കൂടെ ലോകത്ത് വ്യാപിച്ചപ്പോൾ എല്ലാ മതങ്ങളും അവരുടെ കൃത്യമായ മതദർശനങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് പൂർണ്ണമായും ഒരു സ്വതന്ത്ര യുക്തിചിന്തയുടെ പിറകെ പോയപ്പോൾ പരിശുദ്ധമായ ഇസ്ലാം മാത്രം അല്ലാഹുവിന്റെ ആ ഒരു വഹീന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി ലോകത്ത് നിലനിന്നു എന്നുള്ളതാണ് വാസ്തവം. ഈ ഒരു അസ്തിത്വത്തെ മനസ്സിലാക്കിക്കൊണ്ട് യൂറോപ്യന്മാർ ആദ്യം പ്രവാചകനെ എതിർത്തത് ആ വഹീനെ പ്രവാചകനിൽ നിന്നും അടർത്തി മാറ്റുക എന്നുള്ള കൃത്യമായ ഉദ്ദേശത്തോടു കൂടിയായിരുന്നു. ഇതിന്റെ പേരിൽ ഈ അടുത്ത കാലം വരെ ലോകത്ത് പല സിനിമകൾ വരെ ഇറങ്ങിയിട്ടുള്ള കഥകൾ നമുക്ക് ചരിത്രത്തിലും മറ്റും മനസ്സിലാക്കാൻ സാധിക്കും. യഥാർത്ഥത്തിൽ തോമസ് കാർലൈ മുതൽ കാറൽ മാർക്സ് മുതൽ മഹാത്മാഗാന്ധി മുതൽ നമ്മുടെ നാട്ടുകാരനായ ജി ശങ്കരപ്പിള്ള മുതൽ ശ്രീനാരായണ ഗുരു വരെയുള്ള സാഹിത്യകാരന്മാരോ അല്ലെങ്കിൽ അന്ന് അറേബ്യയിൽ ജീവിച്ചിരുന്ന റോമിന്റെയും പേർഷ്യയുടെയും രാജാക്കന്മാർ മുതൽ ഇന്ന് അമേരിക്ക ഭരിക്കുന്ന ജോ ബൈഡൻ വരെയുള്ള ആളുകൾ ആ പ്രവാചകനെ പറ്റി നല്ല വാക്ക് പറഞ്ഞു എന്നുള്ളതല്ല, മറിച്ച് ഏതോ ആകാശത്തിന്റെ അറ്റത്ത് നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധമായ ഒരു തിരഞ്ഞെടുപ്പ്, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിനെ ഏൽപ്പിക്കുകയും ഈ പ്രപഞ്ചത്തിലെ കോടാനുകോടി ഗാലക്സികളിൽ നിന്നും ഒരു ഗാലക്സിയിലെ ഭൂമിയിലെ അറേബ്യയിലെ ഹിജാസിലെ ഹിറയുടെ അകങ്ങളിൽ ഏക ഇലാഹിനായി കാത്തിരുന്ന ആ പ്രവാചകനിലേക്ക് അല്ലാഹു ആ തിരഞ്ഞെടുപ്പ് നടത്തി എന്നുള്ളതാണ് ലക്ഷക്കണക്കിന് മുഹമ്മദ്മാരിൽ ആമിനെ പെറ്റ മുഹമ്മദിനെ അഷ്റഫുൽ ഖൽഖാക്കി മാറ്റിയത് എന്നുള്ള ആ ഒരു വസ്തുതയെ നാം മനസ്സിലാക്കുമ്പോഴാണ് ആ നുബുവത്തിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി എന്തിനാണ് നുബുവത്ത് മനുഷ്യരിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരിലേക്ക് തന്നെ അയച്ചു എന്നുള്ളത് ലോകം വലിയ ചർച്ച ചെയ്ത വിഷയമാണ്. കാരണം ദൈവത്തിന് മറ്റൊരു മാർഗത്തിന്റെ അടിസ്ഥാനം അവലംബിക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് ഇതിന് പ്രധാനമായും അവർ ദൈവത്തിന്റെ ഒരു ശക്തിയില്ലായ്മയിലേക്ക് സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു ചോദ്യത്തെ ലോകം ഉന്നയിച്ചത്. എന്നാൽ വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് കൃത്യമായി മറുപടി നൽകി. മലക്കുകളായിരുന്നുവെങ്കിൽ മനുഷ്യന് ആശയക്കുഴപ്പം ഉണ്ടാകുന്ന തരത്തിലേക്ക് എത്തുമെന്നും മനുഷ്യരിലേക്ക് മനുഷ്യൻ തന്നെയാണ് ജൈവികവും ആത്മീയപരമായുള്ള 2 തലങ്ങളുള്ള മനുഷ്യന് ഒരു മനുഷ്യൻ തന്നെയാണ് ദിവ്യബോധനവുമായി എത്തേണ്ടത്, ധാർമ്മികത പഠിപ്പിക്കേണ്ടത് എന്നുള്ള കൃത്യമായ ബോധ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിലൂടെ മനുഷ്യനെ പരിചയപ്പെടുത്തുകയാണ്. ഇനി വഹീന്റെ ആവശ്യകതയെ പറ്റിയാണ് രണ്ടാമതായി അവർ ചോദ്യം ഉന്നയിച്ചത്. വഹീന്റെ ആവശ്യകത എന്ന് നാം പരിചയപ്പെടുത്തുമ്പോൾ നമുക്കറിയാം, ഈ
ഈ ലോകത്ത് ആദ്യകാലം മുതൽ ഈ ഒരു ആർട്ടിഫിഷ്യൽ ടെക്നോളജിയുടെ ഈ കാലം വരെയുള്ള എല്ലാ ഭൗതികപരമായ സാഹചര്യങ്ങളും മനുഷ്യന്റെ യുക്തിപരമായ ചിന്തയിലൂടെ അവന് കണ്ടെത്താൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു വാസ്തവപരമായ കാര്യമാണ്. എന്നാൽ മനുഷ്യന്റെ എല്ലാ കാലത്തും അവൻ അലട്ടിക്കൊണ്ടിരുന്ന ചില ചോദ്യങ്ങളുണ്ട്. ഞാൻ എന്തിനു വേണ്ടിയാണ് ഈ ഭൂമിയിലേക്ക് വന്നത്, ഇനി എങ്ങോട്ടേക്കാണ് എനിക്ക് പോകാനുള്ളത് എന്ന ചോദ്യങ്ങൾക്ക് ഒരു ആദിമ മനുഷ്യൻ മുതൽ ഈ ആർട്ടിഫിഷ്യൽ ടെക്നോളജിയുടെ കാലം വരെ ആരും അവന് മറുപടി കൊടുത്തില്ല എന്നുള്ളതാണ് വാസ്തവം. അവിടെയാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള പ്രവാചകന്മാരുടെ നുബുവത്തിന്റെ പ്രാധാന്യത്തെ നാം മനസ്സിലാക്കേണ്ടത്. അതിനു വേണ്ടിയായിരുന്നു അള്ളാഹുവിന്റെ വഹ്യ് എന്നുള്ള ആ ഒരു വലിയ സംവിധാനം നുബുവത്തിലൂടെ അള്ളാഹു പ്രവാചകന്മാരെ തിരഞ്ഞെടുക്കുന്നതിലൂടെ അള്ളാഹു നടത്തിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ വഹീനെ വ്യത്യസ്തമായ അർത്ഥങ്ങൾ വിശുദ്ധമായ ഖുർആനിലൂടെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ-ഇഅലാമു ഫിൽ ഖഫാഅ് എന്ന ഭാഷാർത്ഥത്തിലും അൽ-ഇഅലാമു ബിശ്ശറഇ എന്ന് സാങ്കേതികപരമായി നമുക്ക് വഹീനെ വ്യാഖ്യാനിക്കാമെങ്കിലും വ്യത്യസ്തമായ അർത്ഥങ്ങളിലൂടെ അല്ലാഹു വഹീ എന്നുള്ള പദപ്രയോഗം വിശുദ്ധമായ ഖുർആൻ നടത്തിയിട്ടുണ്ട്. ബഅസ് എന്നും ഇൽഹാം എന്നും അംർ, ഈമാ, ഇശാറത്ത് എന്നീ വ്യത്യസ്തമായ അർത്ഥതലങ്ങളിലൂടെ വഹീ എന്നുള്ള ഒരു പദത്തെ മാത്രം അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പ്രയോഗിച്ചിട്ടുണ്ട്. ഇനി 3 രീതിയിലാണ് വഹീ എന്നുള്ള അവസരോചിതമായ പ്രയോഗം വിശുദ്ധ ഖുർആൻ നടത്തിയിട്ടുള്ളത്. ഒന്നാമതായി പ്രവാചകന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ദിവ്യ സന്ദേശത്തെ വഹീ എന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ട് വിശുദ്ധമായ ഖുർആനിൽ. അതുപോലെ പ്രവാചകന്മാരല്ലാത്ത ചില പ്രത്യേക മനുഷ്യർക്ക് സ്വപ്ന ദർശനവും മറ്റുമായി വഹീ, അതൊരു അള്ളാഹുവിന്റെ ഒരു ജ്ഞാനം എത്തിക്കുക എന്നുള്ള ആ ഒരു പദപ്രയോഗത്തിനും വഹീ എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഈസാ നബിയുടെ മാതാവിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല സന്ദേശം നൽകിയതിനെല്ലാം ഔഹ എന്നുള്ള പദം ഉപയോഗിച്ചുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ മൂന്നാമതായി ചില അചേതനമായ വസ്തുക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരല്ലാത്ത ചില ജന്തുക്കൾക്കും അചേതനമായ വസ്തുക്കൾക്കുമെല്ലാം ചില പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകുന്നതിനും വഹീ എന്ന പദപ്രയോഗം വിശുദ്ധ ഖുർആനിലൂടെ കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല തേനീച്ചയോട് പറയുന്ന ഒരു വിഷയത്തെ ഔഹാ റബ്ബുക ഇലൻ നഹ്ലി എന്നാണ് വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നത്. അവിടെയും വഹീ എന്നുള്ള ഒരു പദപ്രയോഗമാണ് നടത്തുന്നത്. ഇനി വഹീന്റെ ഒരു പ്രകൃതിപരതയെ പറ്റി ലോകം വലിയ ചർച്ച ചെയ്ത വിഷയമാണ്. കാരണം വഹീ എന്നുള്ളതില്ല എന്നുള്ളതിന് അതിന് ഒരു ഭൗതികപരമായ ശാസ്ത്ര പരീക്ഷണത്തിലൂടെ കണ്ടെത്താൻ സാധിക്കുകയില്ല എന്നുള്ള ആ ഒരു തെളിവ് ഉദ്ധരിച്ചുകൊണ്ട് വഹീ എന്നൊരു സംഭവമേ നടന്നിട്ടില്ലെന്നും പ്രവാചകൻ ചില പ്രത്യേകമായ സാഹചര്യങ്ങളിൽ മാനസിക വിഭ്രാന്തിയിലൂടെയും മറ്റും തോന്നിയ ചില കാര്യങ്ങളെ അദ്ദേഹം പറയുകയും എഴുതുകയും ചെയ്തതായിരുന്നു എന്ന് വളരെ ആക്ഷേപത്തോടുകൂടി പലരും ആക്ഷേപിക്കുന്ന ഒരു വിഷയമാണ്. എന്നാൽ ഈ പ്രപഞ്ചത്തിലെ തന്നെ പല കാര്യങ്ങൾക്കും കൃത്യമായ ഒരു ശാസ്ത്രീയ തെളിവ് കണ്ടെത്താൻ ഇന്നും ലോകത്തിന് സാധിച്ചിട്ടില്ല. പക്ഷേ ഇതിനെല്ലാം കൃത്യമായ ഒരു സബ്ജക്റ്റീവ് എവിഡൻസ് എന്ന് പറയുന്ന ആ വസ്തുതാപരമായ ഒരു കാര്യം ഈ വസ്തുക്കൾക്കെല്ലാം തെളിവായി നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഈ വഹീനോട് സാദൃശ്യമാകുന്ന പല വിഷയങ്ങളും ഇന്ന് നമ്മുടെ ലോകത്ത് തന്നെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. എത്ര കിലോമീറ്ററുകൾക്ക് അപ്പുറത്തു നിന്നും വൈദ്യുത തരംഗങ്ങൾ വഴി, റേഡിയോ തരംഗങ്ങൾ വഴി ഇന്ന് അറിവുകൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന വലിയൊരു സാങ്കേതിക ലോകത്താണ് നാം ഇന്ന് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു ഇന്ദ്രിയമല്ലാത്ത തരത്തിലുള്ള ഒരു അറിവ് കൈമാറ്റത്തിന് വലിയ രീതിയിലുള്ള അത്ഭുതകരമായ കാര്യമായി തന്നെ ഇന്ന് ഭൂമിയിൽ പരിചയപ്പെടുത്താറില്ല. അതുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ വഹീന്റെ സാങ്കേതികത എന്നുള്ളത് മനുഷ്യന് ചിന്തിച്ചാൽ തന്നെ വ്യക്തമാകുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല ഇന്ദ്രിയപരമായുള്ള ടെലപ്പതി, ദൃഷ്ടിഗോചരമല്ലാത്ത ക്ലിയോ വയറൻസ് തുടങ്ങിയ കൃത്യമായ അറിവ് കൈമാറ്റത്തിന്റെ സാഹചര്യങ്ങളും ആശയ കൈമാറ്റത്തിന്റെ സ്രോതസ്സുകളും ഇന്ന് ഭൂമിയിൽ വലിയ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളാണ്. ഈ ഒരു ഘട്ടത്തിലാണ് അല്ലാഹു ഇന്ദ്രിയപരമല്ലാത്ത രീതിയിലുള്ള ആശയ കൈമാറ്റത്തിന്റെ മാതൃകയായ വഹീനെ ഈ ലോകം ചർച്ച ചെയ്യുന്നത് എന്നുള്ളൊരു വിഷയം നാം മനസ്സിലാക്കണം. ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ലഭിച്ചിരുന്ന വ്യത്യസ്തമായ രൂപങ്ങളെയാണ് പിന്നീട് നമുക്ക് ഈ ഒരു വിഷയത്തിൽ ചർച്ച ചെയ്യാനുള്ളത്. വ്യത്യസ്തമായ രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി സ്വപ്ന ദർശനത്തിലൂടെ, പിന്നീട് മലക്ക് യഥാർത്ഥത്തിൽ നേരിട്ട് വഹീനെ പ്രവാചകന്റെ ഹൃദയത്തിലേക്ക് ഇട്ടുകൊടുക്കുന്നു. അതുപോലെ മനുഷ്യൻ രൂപത്തിൽ പ്രവാചകന്റെ അടുത്തേക്ക് മലക്ക് വന്ന് അല്ലാഹുവിന്റെ സന്ദേശങ്ങൾ നൽകുന്നു. മണിനാഥം പോലെയുള്ള ആ ഒരു പ്രവാചകന്റെ മനുഷ്യന്റെ രൂപത്തിൽ നിന്നും ഒരു മലക്കാനീയത്തിലേക്ക് പ്രവാചകൻ സഞ്ചരിച്ചുകൊണ്ട് പ്രവാചകന്റെ ജീവിതത്തിൽ വലിയ പ്രയാസം നേരിട്ട ഒരു സന്ദർഭമായിരുന്നു പ്രവാചകനും മലക്കും തമ്മിലുള്ള മണിനാഥം പോലെയുള്ള ആ ഒരു ശബ്ദത്തിലുള്ള വഹീ സന്ദേശമെന്ന് അവിടുത്തെ ഹദീസുകൾ തന്നെ കാണാൻ സാധിക്കും. അതുപോലെ മലക്ക് യഥാർത്ഥ രൂപത്തിൽ 2 വട്ടം പ്രവാചകന്റെ അടുത്ത് വന്ന് സന്ദേശം
സന്ദേശങ്ങൾ കൈമാറിയ രൂപങ്ങൾ, ഇങ്ങനെ വ്യത്യസ്തമായ തലത്തിൽ പ്രവാചകന്റെ ജീവിതത്തിൽ അവിടുന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടത്തേക്ക് വഹീനെ കൊടുത്തതായി നമുക്ക് വ്യക്തമായി ഹദീസുകളിൽ മറ്റും പഠിക്കാൻ സാധിക്കും. അതുപോലെ ഇനി പ്രവാചകത്വത്തിന്റെ തെളിവുകളെ പറ്റിയാണ് ഈ ഒരു വിഷയത്തിൽ നമുക്ക് സംവദിക്കാനുള്ളത്. പ്രവാചകത്വത്തിന്റെ തെളിവുകൾ ദ ഡിവൈൻ റിയാലിറ്റി എന്ന പുസ്തകത്തിൽ ഡോക്ടർ സോസി സിയാദ് അദ്ദേഹം കൃത്യമായി പരിചയപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹം ആദ്യമായി അതിനുവേണ്ടി പ്രവാചകന്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള വിഷയമായി പറയുന്നത് അവിടുത്തെ ജീവിതത്തിലെ സത്യസന്ധതയായിരുന്നു. 40 വർഷക്കാലം അറേബ്യയിൽ എത്രയും കാലം ജീവിച്ചിട്ടും കൃത്യമായും ആ പ്രവാചകന്റെ ജീവിതത്തിൽ നിന്നും ശത്രുക്കൾക്ക് പോലും ഒരു കളവ് പോലും ആ പ്രവാചകൻ തന്റെ ജീവിതത്തിൽ പറഞ്ഞിട്ടില്ല എന്ന് പറയാവുന്ന തരത്തിൽ കൃത്യമായ ഒരു ജീവിതമായിരുന്നു ആ പ്രവാചകൻ ഉണ്ടായിരുന്നത് എന്ന് ആ പ്രവാചകന്റെ നുബുവത്തിന്റെ കാലഘട്ടത്തിന് മുമ്പും നുബുവത്തിന് ശേഷവും കൃത്യമായും ആർക്കും തന്നെ കൃത്യമായി പറയാൻ പറ്റുന്ന രീതിയിലായിരുന്നു ആ പ്രവാചകന്റെ ജീവിതം എന്ന് പറയുന്നത്. എന്നാൽ നുബുവത്തിന് ശേഷവും പ്രവാചകന്റെ ആ ഒരു കൃത്യമായ വിശ്വസ്തതയും സത്യസന്ധതയും പുലർത്തുന്ന ധാരാളം സംഭവങ്ങൾ ഹദീസുകളിലൂടെയും പ്രവാചക ചരിത്രങ്ങളിലൂടെയും നമുക്ക് കാണാൻ സാധിക്കും. എല്ലാവരും ശത്രുക്കൾ മക്കയിൽ നിന്ന് നാട്ടി പുറത്താക്കുന്ന സാഹചര്യത്തിൽ എല്ലാവരും പോയതിനു ശേഷം പ്രവാചകൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്ന് പോകുമ്പോഴും അലി റളിയല്ലാഹു അൻഹു മക്കയിൽ തന്നെ താമസിക്കുന്ന ഒരു സന്ദർഭം കാണാൻ സാധിക്കും. എന്നാൽ ഇത് കൃത്യമായും ആ ഒരു സാഹചര്യത്തിലും പ്രവാചകന്റെ കയ്യിൽ അമാനത്ത് സ്വത്ത് ഏൽപ്പിച്ചിരുന്ന ആളുകൾക്ക് അത് തിരിച്ചു കൊടുക്കാൻ വേണ്ടി പ്രവാചകൻ അലി റളിയല്ലാഹു അൻഹു അവിടെ ഏൽപ്പിക്കുകയായിരുന്നു എന്നുള്ള ആ ഒരു വലിയ വിശ്വസ്തതയുടെ മാനമാണ് അതാണ് പ്രവാചകത്വത്തിന്റെ ഏറ്റവും വലിയ തെളിവായി അദ്ദേഹം ഉദ്ധരിക്കുന്നത്. ശേഷം കിർക്കൽ ചക്രവർത്തി അബൂ സുഫിയാനുമായി സംവദിക്കുന്ന ആ ഒരു ചർച്ചയിൽ എത്രത്തോളം അബൂ സുഫിയാന് പ്രവാചകനെ പറ്റി ദേഷ്യമുണ്ടായിട്ടും അവിടുന്ന് ആ പ്രവാചകൻ തന്റെ ജീവിതത്തിൽ ഒരു കളവ് പോലും പറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹത്തിന് വരെ പറയാൻ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു. ഇനി പൂർണ്ണമായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ പ്രവാചകത്വത്തിന്റെ തെളിവുകളെ അവർ ഇല്ലാതാക്കാൻ ശ്രമിച്ചത് 3 വാദങ്ങളിലൂടെയായിരുന്നു. ഒന്നാമതായി അവർ വാദിച്ചത് സ്വതാല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് പ്രവാചകൻ നുബുവത്ത് വാദിച്ചത് എന്നുള്ളതായിരുന്നു. എന്നാൽ ആ പ്രവാചകന്റെ ജീവിതം നാം പരിശോധിക്കുകയാണെങ്കിൽ അവിടുന്ന് ആ പ്രവാചകന് മക്കക്കാർ എല്ലാം കൊടുക്കാൻ തയ്യാറായിരുന്നു. വേണമെങ്കിൽ പെണ്ണിനെ വേണമെങ്കിൽ പെണ്ണിനെ തരാം, സമ്പത്ത് വേണമെങ്കിൽ സമ്പത്ത് തരാം, അതുപോലെ അധികാരം വേണമെങ്കിൽ അധികാരം തരാം. പക്ഷേ ഈ ദൗത്യത്തിൽ നിന്നൊന്ന് പിന്മാറണം എന്ന് മാത്രമായിരുന്നു മക്കക്കാരുടെ ആവശ്യം എന്ന് പറയുന്നത്. പക്ഷേ അള്ളാഹുവിന്റെ യഥാർത്ഥ നുബുവത്ത് ലഭിച്ച പ്രവാചകന് തന്റെ ആദർശം ഒരിക്കലും തന്നെ അവരുടെ മുമ്പിൽ വെച്ചു കൊടുക്കാൻ പ്രവാചകൻ തയ്യാറായിരുന്നില്ല. അതിന് പ്രവാചകന്റെ അവസാന വാക്ക് എന്റെ വലത് കൈയിൽ സൂര്യനും ഇടത് കൈയിൽ ചന്ദ്രനും വെച്ച് തന്നാലും ഞാൻ ഈ ദൗത്യത്തിൽ നിന്നും പിന്മാറുകയില്ല എന്നുള്ളതായിരുന്നു. ഇനി പ്രവാചകത്വത്തെ നിഷേധിക്കാൻ വേണ്ടി അവർ പറഞ്ഞത് മക്കയെ ധാർമ്മികപരമായി വലിയ ഉന്നതിയിലെത്തിക്കുക എന്നതിനായിരുന്നു പ്രവാചകന്റെ നുബുവത്തിനുള്ള പ്രവാചകന്റെ വാദം എന്ന് പറയുന്നത്. എന്നാൽ അവിടുത്തെ ചരിത്രം നാം എടുത്ത് പരിശോധിക്കുമ്പോൾ മക്കക്കാർക്ക് ഒരിക്കലും പ്രവാചകൻ അള്ളാഹുവിന്റെ ദൂതനാണ് എന്നതുകൊണ്ടോ അള്ളാഹുവാണ് ഏറ്റവും വലിയ ആരാധന എന്നതുകൊണ്ടോ കള്ളു കുടിക്കരുത് എന്ന് പറഞ്ഞതുകൊണ്ടോ നിസ്കരിക്കണം എന്ന് പറഞ്ഞതുകൊണ്ടോ ആയിരുന്നില്ല മക്കക്കാർക്ക് യഥാർത്ഥത്തിൽ പ്രവാചകനോടുള്ള പക എന്ന് പറയുന്നത്. മറിച്ച് തങ്ങളുടെ എല്ലാ കാലത്തുമുള്ള പൂർവ്വപിതാക്കന്മാർ ആരാധിച്ചിരുന്ന ലാത്തയെയും ഉസ്സയെയും ഒഴിവാക്കണം എന്ന് പറഞ്ഞതിനായിരുന്നു യഥാർത്ഥത്തിൽ മക്കക്കാർക്ക് ദേഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ മക്കയെ ധാർമ്മികപരമായി വലിയ ഉന്നതിയിലെത്തിക്കുക എന്നുള്ളതായിരുന്നു പ്രവാചകന്റെ ഉദ്ദേശമെങ്കിൽ ഈ ലാത്തയും ഉസ്സയും കൂടെ നിങ്ങൾ അള്ളാഹുവിനെയും കൂടി ആരാധിച്ചാൽ മതി എന്ന് പറഞ്ഞ് അവരെ വെറുതെ വിടാമായിരുന്നു പ്രവാചകന്. പക്ഷേ ഒരിക്കലും തന്നെ മുഹമ്മദ് നബിയുടെ ഉദ്ദേശം അത് മക്കയെ മാത്രം ഒരു ധാർമ്മികമായി വലിയ പുരോഗതിയിൽ എത്തിക്കുക എന്നുള്ളതായിരുന്നില്ല, ലോകത്ത് മുഴുവൻ ഇസ്ലാമിന്റെ പ്രചരിക്കുക എന്നുള്ളതായിരുന്നു ആ നുബുവത്തിന്റെ യഥാർത്ഥ താല്പര്യം എന്ന് പറയുന്നത്. മൂന്നാമതായി പ്രവാചകത്വത്തെ അവർ നിഷേധിച്ചത് മദീനയിൽ പ്രവാചകന് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഉണ്ടായ മാനസിക വിഭ്രാന്തിയാണ് അവിടത്തേക്ക് ഈ ഒരു വഹീന്റെ ആരോപണവുമായി അദ്ദേഹം കടന്നു വന്നത് എന്നുള്ളതാണ് അവർ വാദിച്ചത്. എന്നാൽ അവിടുത്തെ നുബുവത്തിന് ശേഷമുള്ള 23 വർഷവും അതിനു മുമ്പുള്ള 40 വർഷവും അവിടുത്തെ ജീവിതം പരിശോധിക്കുമ്പോൾ കൃത്യമായും നല്ല ഏറ്റവും വലിയ സംശുദ്ധമായ സ്വഭാവം ഒരിക്കലും ഒരു മാനസിക വിഭ്രാന്തിയായി നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ആ പ്രവാചകത്വം യാഥാർത്ഥ്യമാണെന്ന് നാം മനസ്സിലാക്കണം, നാം ഇനിയും അതിൽ പഠിക്കാൻ തയ്യാറാകണം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.